സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ സുപ്രീം കോടതി വിധിയാണ് ഇന്നത്തെ ആദ്യ വിഷയം. ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്യുകയും 3 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തുകയും മറ്റ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ 11 കുറ്റവാളികളെയാണ് ഗുജറാത്ത് സർക്കാർ ജയിൽ മോചിതരാക്കിയത്. ആ തീരുമാനം റദ്ദു ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ന്. തീരുമാനം കൈക്കൊണ്ട്, അതായത് കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയ ഗുജറാത്ത് സർക്കാരിന് അതിരൂക്ഷമായ വിമർശനവും സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിട്ടുണ്ട്. നീതി ഉറപ്പാക്കേണ്ട സർക്കാർ കുറ്റവാളികൾക്കൊപ്പം ചേർന്ന് അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നിഷാദ, ഇങ്ങനെയൊരു സ്ത്രീക്ക്, ഇതിനു മുൻപ് ഒരു സ്ത്രീക്കും ഇത്രയധികം നിയമ പോരാട്ടം നമ്മുടെ രാജ്യത്ത് നടത്തേണ്ടി വന്നിട്ടുണ്ടാകില്ല. മറ്റ് റേപ്പ് വിക്ടിംസിനെ പോലെയല്ല അവർ മുഖം മറക്കാതെയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ എന്നും വന്നിട്ടുള്ളത്. അവർ നേരിടേണ്ടി വന്ന ക്രൂരത ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആ നിയമ പോരാട്ടത്തിൻ്റെ വിജയം തന്നെയല്ലേ ഇന്നുണ്ടായിട്ടുള്ളത്? തീർച്ചയായും ദിവ്യ, ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീയുടെ ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ബിൽക്കിസ് ബാനുവിൻ്റെ പോരാട്ടമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം 2002 ഗുജറാത്തിൽ നടപ്പിലാക്കപ്പെട്ട, ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ട മുസ്ലിം വിരുദ്ധ വംശഹത്യയുടെ ആഴവും പരപ്പും അതിൻ്റെ ഭയാനകതയും എന്തുമാത്രം ഉണ്ട് എന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന അന്നത്തെ 21 വയസ്സുകാരി നേരിട്ട അനുഭവം എന്താണ് എന്ന് അത് മാത്രം പഠിച്ചാൽ മതിയാവും. കാരണം അവരുടെ വീട്ടിലേക്ക് അവർ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കവേ അവരെ പിന്തുടർന്ന് പിടിച്ച അക്രമി സംഘം അവരെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അവർ ചത്തുപോയി എന്ന് മനസ്സിലാക്കിയിട്ട്, എന്ന് വിചാരിച്ചിട്ട് അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞാണ് അവർ അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നത്. അവരുടെ വയറ്റിലപ്പോൾ 5 മാസം പ്രായമായുള്ള ഗർഭസ്ഥ ശിശുവുണ്ട്, അത് കൊല്ലപ്പെടുന്നു. അവരുടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് ഭിത്തിയിൽ തലയടിച്ചു കൊല്ലുകയാണ്, കാലിൽ തൂക്കിയിട്ട്. അതിൻ്റെ കൊലപാതകം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യപ്പെടുകയാണ്? റേപ്പ് ചെയ്യപ്പെടുകയാണ്. ഒരു കൂട്ടം ആളുകൾ അവരെ റേപ്പ് ചെയ്യുന്നു, ഒരു കൂട്ടം ആളുകൾ അവരുടെ കുഞ്ഞിനെ കൊല്ലുന്നു. അവരുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെടുന്നു. അവരുടെ കുടുംബത്തിൽ അവശേഷിച്ച 6-7 പേരെ കൊലപ്പെടുത്തുന്നു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുന്നു. നോക്കൂ, അവർ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം ബോധം വന്ന് ഉണരുമ്പോൾ അവരുടെ വീട്ടിലെ ആളുകൾ, അവരുടെ 3 വയസ്സുള്ള കുഞ്ഞടക്കം കൊല്ലപ്പെട്ട് കിടക്കുന്നതിന് നടുവിലേക്കാണ് അവർ ഉണരുന്നത്. ഒരുപക്ഷെ ഒരു മനുഷ്യജീവിക്ക് പിന്നീട് ഒരു കാലത്തും അവരുടെ സ്വബോധത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്ത ഗുരുതരമായ ട്രോമയിലേക്ക് അവർ വീണു പോകുന്ന അവസ്ഥയാണ് അവർ അഭിമുഖീകരിച്ചതല്ലേ. അകത്തുള്ള കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, പുറത്തുള്ള അവർ അരുമയായി കൊണ്ടു കിടന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, ബന്ധുക്കളെ ആകെ നഷ്ടപ്പെടുന്നു. പക്ഷെ അതിനുശേഷം അവിടെ നടത്തിയിട്ടുള്ള പോരാട്ടമുണ്ടല്ലോ, സാധാരണ നിലയ്ക്ക് ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യാത്ത ഒന്ന്, ഇറങ്ങി പുറപ്പെടാത്ത ഒന്ന്, അതിനവർ ഇറങ്ങി പുറപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന, എന്നെ റേപ്പ് ചെയ്ത പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന്. ആ ശിക്ഷിക്കപ്പെടണം എന്നുള്ള പോരാട്ടത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ ഓർക്കണം. ഗുജറാത്ത് വംശഹത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയാനകമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ആ കേസുകൾ മുഴുവൻ കുഴിച്ചു മൂടാനും അതിലെ പ്രതികളെ രക്ഷിക്കാനും സംസ്ഥാന സർക്കാർ തന്നെ ഇറങ്ങി പുറപ്പെട്ട സംഭവമാണ് ഈ ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പരിശോധിച്ച സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. കേസുകൾ അട്ടിമറിക്കുക, സാക്ഷിമൊഴികളെ തിരുത്തുക, തെളിവുകൾ ഇല്ലാതാക്കുക. പോലീസ് തന്നെ പലവിധ വിവരങ്ങളും അന്വേഷിക്കുമ്പോൾ പോലീസ് ഇത് തന്നെ മൊത്തം അട്ടിമറിച്ചതിൻ്റെ വിവരങ്ങൾ എമ്പാടുമുള്ള കേസുകളുണ്ട് അതിനകത്ത്. അവിടെയാണ് ബിൽക്കിസ് ബാനു പോരാടാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ആ പോരാട്ടത്തിനൊടുവിൽ ഗുജറാത്ത് സർക്കാർ, ആ സർക്കാരിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഗുജറാത്ത് സംസ്ഥാനത്തിനകത്ത് ഒരു വിചാരണ നടക്കപ്പെടുകയാണെങ്കിൽ അത് മറ്റ് കേസുകളെ പോലെ അതിൻ്റെ വിവരങ്ങളും അതിൻ്റെ തെളിവുകളും സാക്ഷിമൊഴികളും അട്ടിമറിക്കപ്പെടും എന്ന് മനസ്സിലാക്കുകയും ഫൈനലി ആ കേസ് CBI ഏറ്റെടുത്തതിന് ശേഷം അത് മഹാരാഷ്ട്രയിലെ CBI കോടതിയിലേക്ക് വിചാരണ മാറ്റുന്നു. അവിടെ വെച്ച് അവർക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. അത്രയും അവർക്ക് എത്താൻ കഴിയുന്നുള്ളത് ഈ ഗുജറാത്ത് വംശഹത്യക്കെതിരായിട്ടുള്ള എന്താ പറയുന്നത്, മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ, മാനവിക ബോധമുള്ള മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുന്നത്, ഒരു നിയമം, അതായത് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് തേടി സർക്കാരിനെ സമീപിക്കാം, സർക്കാരിന് തീരുമാനം എടുക്കാമെന്നൊരു നിയമമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ കോടതിയിൽ പോകുന്നത് പരിശോധിക്കാൻ സുപ്രീം കോടതി അവരോട് നിർദ്ദേശിക്കുന്നത്. സർക്കാർ ഒരു സമിതി ഉണ്ടാക്കുന്നു, പരിഗണിക്കാവുന്നതാണെന്ന് കണ്ടെത്തുന്നു. ഇയാളുടെ മാത്രമല്ല ബാക്കി മുഴുവൻ പേരുടെയും ശിക്ഷാ ഇളവ് അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ 2014 വന്നിട്ടുള്ള അമെൻമെൻറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഈ ബലാത്സംഗം പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവർക്ക് ഒരിക്കലും ഈ ശിക്ഷാ ഇളവിൻ്റെ ആനുകൂല്യം കിട്ടാൻ പാടില്ല എന്നുള്ള അമെൻമെൻറ്റ് ആര് മറച്ചു വയ്ക്കുകയാണ്? സർക്കാർ മറച്ചു വയ്ക്കുകയാണ്. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നടന്ന കുറ്റവിചാരണയാണ്, അതിനുശേഷം പ്രഖ്യാപിക്കപ്പെട്ടുള്ള വിധിയാണ്. മഹാരാഷ്ട്ര സർക്കാരിനാണ് അതിൽ തീരുമാനമെടുക്കാനെന്നുള്ള അവകാശമുള്ളത് എന്നിട്ടുള്ള നിയമപരമായ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. വേറൊന്ന്, ഡൽഹി പോലീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായതാണ് CBI നമുക്കറിയാം. അപ്പോൾ ഡൽഹി പോലീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഏജൻസികൾ അന്വേഷിച്ച കേസിലെ പ്രതികൾ കുറ്റക്കാർ, അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം ഉണ്ടായിരിക്കില്ല എന്ന അമെൻമെൻറ്റ് അവിടെ ഉണ്ട്.
അതിരിക്കെ തന്നെ അതിനെ മറികടന്നുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ പ്രതികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ ഗുജറാത്ത് സർക്കാർ ഒരു സമീപനം കൈക്കൊള്ളുകയാണ്. എപ്പോഴാണ് ഈ തീരുമാനം എടുക്കുന്നത് നമുക്കറിയാം. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇവരെ പുറത്തിറക്കി വിടുന്നത്. പുറത്തിറക്കി വിട്ട് അവർക്ക് ലഡു കൊടുക്കുന്നു, ഹാരാർപ്പണം ചെയ്യുന്നു. അവർ ബ്രാഹ്മണരാണ്, അവർ ഇത്തരം തെറ്റുകളൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്തവരാണെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ പറയുന്നു. അവർ പുറത്തിറങ്ങി വന്നതിന് ശേഷം അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? നമ്മളെല്ലാ തരത്തിലുള്ള ക്രിമിനലുകളെയും ഇല്ലാതാക്കി, എല്ലാ അക്രമികളെയും ഇല്ലാതാക്കി. 2002 നോക്കുന്ന ആൾക്ക് ക്രിമിനലുകളെ ഇല്ലാതാക്കി നമ്മുടെ മാർഗം കാണാൻ കഴിയുമെന്ന് പ്രധാനപ്പെട്ട BJP നേതാവ് പ്രസംഗിക്കുകയാണ്. എന്ന് വെച്ചാൽ ഗുജറാത്തിൽ ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും 2002 വംശഹത്യയുടെ ഓർമ്മകളെ വീണ്ടും തിരികെ കൊണ്ടുവരിക, അങ്ങനെ വിഭജനത്തിൻ്റെ ഓർമ്മകളെ പുനഃസ്ഥാപിക്കുക, അതുവഴി ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ അടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അകലം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇവരെ വീണ്ടും പുറത്തിറക്കി കൊണ്ടുവരുന്നത്, അത് ചർച്ചയാക്കുന്നത്. അപ്പോൾ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടുന്ന കാര്യം നടന്നു. തിരിച്ചിറങ്ങി വന്ന പ്രതികൾ, ആ പ്രതികൾക്ക് അവർക്ക് നൽകിയ സ്വീകരണം. സോ അവരുടെ ഒരു ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായിരുന്നു, അത് വിജയിച്ചു. ഇപ്പോൾ അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഒരു കലാപം ഉണ്ടാക്കുകയും അതിനേക്കാൾ ആസൂത്രിതമായ ആ കലാപത്തിൻ്റെ മുഴുവൻ പ്രതികളെയും രക്ഷപ്പെടുത്താൻ ഒരു ഭരണകൂടം ശ്രമിച്ചതിൻ്റെ കഥയാണ് ബിൽക്കിസ് ബാനു കേസ്. ജസ്റ്റിസ് KM ജോസഫ് ഈ ബെഞ്ചിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഈ കേസിൽ എൻ്റെ റിട്ടയർമെൻറ്റിന് മുമ്പ് ഈ കേസ് തീരുമാനമാകരുത് എന്ന നിർബന്ധമുള്ളതുപോലെ സർക്കാർ പ്രവർത്തിച്ചു. എപ്പോഴും ഈ കേസ് സിറ്റിങ്ങിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? രേഖകൾ ഹാജരാക്കാൻ സമ്മതിക്കാതിരിക്കുക, മറ്റേത് കോപ്പി ഇട്ടിട്ടില്ല എന്ന് പറയുക, ടൈം വീണ്ടും ചോദിക്കുക. അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വന്നു. ഓക്കെ, അതിനുശേഷമാണ് വന്ന പുതിയ ബെഞ്ചാണ് ഈ തീരുമാനം എടുക്കുന്നത്. എനിവേ, ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക സ്വഭാവമുള്ള ഒന്നാണ് ഈ വിധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവർ തന്നെ. ഇത് പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്കുള്ള വലിയ ഊർജ്ജമാണ് എന്ന് കാണണം. കാരണം ബിൽക്കിസ് ബാനു അനുഭവിച്ചത് എൻ്റെ ഒരു പരിസരം പോലും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് നമ്മൾ അത്രയും പ്രിവിലേജായി ജീവിക്കുന്നവരാണ്. അവരത്രയും വലിയ പ്രയാസം, അത്രയും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു. ഇപ്പോഴും അവർ ജീവിക്കുന്നത്, അവർക്ക് എത്ര വീടുകൾ മാറേണ്ടി വന്നറിയാം. അവർ പറയുകയാണ്, അവർക്ക് ഒരു വർഷം തികച്ചൊരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. അത്രമേൽ ഭയാനകമായ സാഹചര്യമുണ്ട്, അത്രമേൽ അരക്ഷിതാവസ്ഥയുണ്ട്. വീടുകൾ മാറിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴും ഭർത്താവിനെയും കുട്ടിയെയും കൂട്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അവർ. അത്രയും അരക്ഷിതമായ ഒരു കാലാവസ്ഥയിൽ ജീവിച്ചിട്ട് പോലും ഇവരോട്, ഈ ഭരണകൂടത്തോട്, ഈ വംശീയതയോട്, ഈ മതഭീകരതയോട് താൻ കോംപ്രമൈസ് ചെയ്തില്ല എന്ന് പ്രഖ്യാപിക്കുന്ന, മുഖം മറയ്ക്കാതെ വന്ന് തൻ്റെ നിലപാട് പറയുന്ന അവർ നിശ്ചയമായിട്ട് നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. അത്തരം ആളുകളാണ് നമ്മുടെ വീണു പോകാത്ത പ്രതീക്ഷ. കാരണം എന്താണ്? എല്ലാം നശിച്ചു പോയെന്നും ഫാസിസം സകലത്തിനും മേലെ പിടിമുറുക്കി കഴിഞ്ഞുവെന്നും ഇനി ഒരിടത്തേക്കും രക്ഷയില്ലെന്നും വിചാരിക്കുന്ന നിരാശരായ മനുഷ്യർക്കുള്ള പ്രത്യാശയുടെ വെളിച്ചം തുറന്നു തരുന്ന ആൾക്കാരാണ് ബിൽക്കിസിനെ പോലെ ആളുകൾ. അപ്പോൾ അവർക്ക് പിന്തുണ നൽകിയ ആളുകളെ ഇപ്പം CPIM-ന്റെ PB മെമ്പർ സുഭാഷിണി അലിയെ പോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പിന്തുണ ഇതിനകത്തുണ്ട്. അവർ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയവരാണ്. മുഹുവ മൊയ്ത്ര ഉണ്ട്. അപ്പോൾ ഇവരുടെ ഹർജി നിയമപരമായി തന്നെ വാലിഡ് ആയതുകൊണ്ട് മറ്റവരുടെ കാര്യത്തിൽ കടക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. എങ്കിൽ തന്നെയും ഈ വിഭജന രാഷ്ട്രീയ കാലത്ത് പക്ഷം പിടിച്ചാൽ നമ്മുടെ വോട്ട് കുറയുമോ എന്ന് ആശങ്കപ്പെടുന്നവരുടെ ഇടയിൽ നിന്ന് ഇല്ല, ഞങ്ങൾ നിൽക്കേണ്ടത് ബിൽക്കിസിൻ്റെ കൂടെയാണെന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടികളെ, അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ, അഭിഭാഷകരെ, പ്രൊഫസർമാരെ അവരെ കൂടി നമ്മൾ ഓർക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇതൊരു വലിയ പ്രത്യാശയുടെ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ദിവസങ്ങളിലൊന്നാണ്. യെസ്, നാസർക, 2022 ഓഗസ്റ്റ് 15-ന് സ്ത്രീകളുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നത്. അവർക്കെതിരായ അസമത്വം ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ദിവസം ഈ കേസിലെ പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയത്. ആ കപടതയ്ക്കുള്ള മറുപടി തന്നെയല്ലേ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്? ഈ പ്രധാനമന്ത്രി നമുക്ക് വെറുതെ വിടാം. പ്രത്യേകിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു പ്രധാനമന്ത്രി ആ 2012 ശേഷം അദ്ദേഹം വന്നത് എങ്ങനെയാണ് എന്നും, ഇപ്പം 2014 അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആകുന്നു, എന്നിട്ട് 10 വർഷത്തിന് ശേഷം രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി നയിച്ച ഗവൺമെൻറ്റുകൾ രാജ്യത്തെ എവിടെ എത്തിച്ചു എന്നുള്ളതിൻ്റെ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ എന്ന നിലക്ക് അദ്ദേഹത്തെ വാക്കുകളിൽ കൂട്ടിയത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വേറൊരു കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് പറഞ്ഞല്ലോ, ഇപ്പം ഇന്ന് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ കുറിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞല്ലോ. ഗുജറാത്ത് എന്ന സംസ്ഥാനം ഈ കേസ് ഇപ്പം നിഷാദ് അത് കൃത്യമായിട്ട് വിശദീകരിച്ചു. ഈ കേസ്
ഗുജറാത്തിലായിരുന്നു നടന്നിരുന്നെങ്കിൽ, ഗുജറാത്ത് പോലീസായിരുന്നു അത് അന്വേഷിച്ചിരുന്നെങ്കിൽ, ഗുജറാത്ത് ഹൈക്കോടതിയിലായിരുന്നു ഇത് വിചാരണ ചെയ്യപ്പെടുകയും വിധി ചെയ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അതിന് ശേഷമുള്ളതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് കേസ് അവസാനിക്കാൻ പോവുമായിരുന്നു. അവസാനിപ്പിച്ച് തെളിവില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോകുന്നിടത്തുനിന്നാണ് ഇത് പിന്നെ SITക്ക് വിടുന്നതും. SIT കാരണം ആ SIT സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട SIT ആണ്. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പിലെത്തുന്നതും സുപ്രീം കോടതി മഹാരാഷ്ട്ര ഹൈക്കോടതിയെ ഏൽപ്പിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാരണം എന്താ വെച്ചാൽ, രണ്ട് സംസ്ഥാനങ്ങൾ ഗുജറാത്തും മഹാരാഷ്ട്ര ഉത്തർപ്രദേശും അത് ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്തി തന്നെ നമ്മളതിനെ കാണണം. നിലവിലുള്ള നമ്മൾ പറയുന്ന ഇന്ത്യ എന്ന ഒരു രാഷ്ട്രീയ സ്വത്വത്തിൽ, ദേശീയ സ്വത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമ്മളതിനെ കാണണം. അത് വേറെ ഒരു പരീക്ഷണശാലയാണ്. നമ്മൾ പറയുന്ന 2 ഹിന്ദുത്വം മാത്രമല്ല, 3 ഹിന്ദുത്വം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കോൺഗ്രസിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇങ്ങനത്തെ ഒരു ദശാസന്ധിയിൽ നിലപാടെടുക്കാൻ അറിയാതെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ഹിന്ദുത്വം എന്നും നമ്മൾ ഹിന്ദുത്വ എന്നും വെറും ഹിന്ദുത്വ എന്നും പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ആക്രമാത്മക ഹിന്ദുത്വം ഉണ്ട് എന്ന് നമ്മളിപ്പോഴെങ്കിലും ഉറപ്പിക്കണം. ആ ആക്രമാത്മക ഹിന്ദുത്വയുടെ ഒരു പരീക്ഷണശാലയാണ് ഗുജറാത്തും യു പിയും. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ ഗവൺമെൻറ്റുകൾ മാത്രമല്ല അവിടുത്തെ കോടതികളും പോലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിൽ നിന്നുള്ളൊരു മാറ്റം കിട്ടണമെങ്കിൽ ആ സംസ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ നിന്നോ ആ സംസ്ഥാനത്തിൻ്റെ കോടതികളിൽ നിന്നോ ആ സംസ്ഥാനത്തിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്നും ജനങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പന്നെ. ഈ കേസിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, സത്യത്തിൽ നിഷാദ് പറഞ്ഞതുപോലെ പോരാടുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള നീതി എന്ന് പറയുമ്പം പകുതി നീതി എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ ഇപ്പം ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടിയത് കൊണ്ട് നമ്മൾ മുഴുവൻ നീതിയല്ല, പകുതി നീതിയാണ്. നീതി മുഴുവനായിട്ട് കിട്ടുമായിരുന്നുവെങ്കിൽ സക്രിയ ജാഫ്രിക്ക് കൂടി കിട്ടണമായിരുന്നു. സക്കിയ ജാഫ്രിക്ക് കൂടെ കിട്ടണമായിരുന്നു. അവർക്ക് കിട്ടാതിരിക്കുകയും ബിൽക്കിസ് ബാനുവിന് കിട്ടിയിടത്തോളം നീതി എന്ന് മാത്രമേ നമുക്ക് ഈ സ്ഥാനത്ത് പറയാൻ പറ്റുള്ളൂ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്ക് തോന്നുന്നത്, ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ സുദേശം രഘു ഉന്നയിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നിഷാദ് നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ വേറൊരു വശമാണ് സുദേശ് ഉന്നയിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സെല്യൂട്ട് ഇവർ അർഹിക്കുന്നുണ്ട്, അഭിവാദ്യം ഇവർ അർഹിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അഭിവാദ്യം അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് സുദേശം രഘു ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ട് നീതിക്ക് വേണ്ടി ഇങ്ങനെയും പോരാടിയ ബിൽക്കിസ് ബാനുവിനെ മുഖ്യധാര ഫെമിനിസം അവരുടെ ഒരു സെലിബ്രിറ്റി ഉയർത്തി കാണിക്കുന്നില്ല? അതിനുള്ള മറുപടികൾ, അതിൽ തന്നെ നളിനി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ മറുപടി അവർ പറയുന്നുണ്ട്. ഇതിൽ ഈ കേസിൽ നമ്മൾ ബിൽക്കിസ് ബാനുവിൻ്റെ സ്വത്വം മാത്രമല്ല പ്രശ്നം, ഈ കേസ് കുറ്റം ചെയ്തവരുടെ സ്വത്വവും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവരാരാണോ അതുകൊണ്ടാണ് അതിനെതിരെ പോരാടിയ ബിൽക്കിസ് ബാനുവിനെ ഉയർത്തി കാണിക്കാത്തത്. കാരണം കുറ്റം ചെയ്തവരുടെ സ്വത്വമാണ് നേരത്തെ നിഷാദ് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ BJP നേതാക്കൾ പറഞ്ഞത്. അവർ ബ്രാഹ്മണരാണ്, അവരിങ്ങനത്തെ കുറ്റങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളത്. അപ്പം ഈ ബ്രാഹ്മണ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇന്ത്യയിൽ ഇനിയും തുടരുന്ന 1948 ജനുവരി 10 ആദ്യം പരീക്ഷിച്ച ഈ ആക്രമാത്മക ഹിന്ദുത്വയുടെ ബാക്കിയുള്ള ബോംബുകൾ കൂടി എങ്ങനെ പൊട്ടിക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണശാലയാണ് ഗുജറാത്തും UPയും എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ ഓരോ ദിവസങ്ങളും, ഓരോ വിധികളും, ഓരോ കേസുകളും. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. യെസ്, എന്തായാലും ഇന്നത്തെ വിധിയിലൂടെ ബിൽക്കിസ് ബാനു നേരിടേണ്ടി വന്ന ക്രൂരതയും അവർ നടത്തിയ നിയമ പോരാട്ടവും വീണ്ടും ചർച്ചയാവുകയാണ്. ഇന്നത്തെ ദിനം എന്തായാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നതിൽ സംശയമില്ല.